രാജ്യസ്നേഹികളായ പട്ടാളക്കാരേറെയുള്ള ഗ്രാമത്തിൽ സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തിയയാളാണ് സ്ഥാനാർത്ഥി. മലപ്പുറം മുതുവല്ലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ജ്യോതിർ ബാബുവാണ് മുൻ സൈനികൻ. 1997 ജ്യോതിർ ബാബുവും സുഹൃത്ത് സുധീഷും പട്ടാളത്തിൽ ചേർന്നത്. സൈനികരേറെയുള്ള ഗ്രാമത്തിൽ ഇരുവരും നാടിന്റെ അഭിമാനമായിരുന്നു. 2003 കാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുധീഷ് രക്തസാക്ഷിയായി. നാടിന്റെ നൊമ്പരമായി മാറി. സുഹൃത്ത് നഷ്ടമായ വേദനകൾക്കിടയിലും സൈനിക സേവനം പൂർത്തിയാക്കി ജ്യോതിർ ബാബു തിരിച്ചെത്തി. സുധീഷിന് സ്മാരകമൊരുക്കാൻ ജ്യോതിർ ബാബു നേതൃത്വം നൽകി. ഗ്രാമത്തിന് സുധീഷ് നഗർ എന്ന പേരിട്ടു. സുധീഷിന്റെ ഹൃദയ രാഷ്ട്രീയം സ്വീകരിച്ച് ജ്യോതിർ ബാബു തെരഞ്ഞെടുപ്പിനിറങ്ങി. ഈ നാടിന് സുധീഷ് നഗർ എന്നുള്ള പേരിടാൻ വേണ്ടി ഒരുപാട് കാലങ്ങളായുള്ള ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു. അത് ഇപ്പോൾ ഈ പുതിയ വാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട പുതിയ വാർഡ് രൂപീകരിച്ചപ്പോൾ അതിന് ആ പേരിട്ടത് ഈ നാടിന് ഒരുപാട് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഈ പേരിന് എൻ്റെ സ്ഥാനാർത്ഥിത്വമായി ഞാനിവിടെ മത്സരിക്കാൻ കൂടി ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഈ സുധീഷ് എന്ന ഈ നാടിൻ്റെ വികാരമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മുതുവല്ലൂരിൻ്റെ ധീരപുത്രനായ സുധീഷ് എൻ്റെ വികാരമാണ് ഈ നാട്. അപ്പോൾ ആ വികാരം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സമീപിച്ചപ്പോൾ ഈ ധീരജവാൻ സുധീഷിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ ഈ നാടിന് ആദ്യമായി മത്സരിക്കാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരാൻ, ഇവിടെ ഒരു മെമ്പറായി വരാൻ എന്തുകൊണ്ട് യോഗ്യനായ നിങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വൈകാരികമായ ഒരു സംഗതി എനിക്ക് മനസ്സിൽ കൊണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിയിലേക്ക് വന്നത് എന്നതാണ്. നാടിന് അഭിമാനമായ മറ്റൊരു പട്ടാളക്കാരൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആകസ്മികമല്ല. ഒരു ജനതയുടെ ഹൃദയം കൊണ്ടുള്ള തീരുമാനമാണ്. രാജ്യം കാത്തവൻ നാട് നയിക്കട്ടെ എന്ന് നാട്ടുകാർ പറയും. കൈരളി ന്യൂസ്, മലപ്പുറം.